ഇത്രയും കാര്യങ്ങളാണ് ശൂർപ്പണഖ പറഞ്ഞത്. നിശൂർപ്പണ തുടരാണ്, സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് എഴുത്തച്ഛൻ നമുക്ക് കിളിപ്പാട്ട് തന്നിട്ടുള്ളത്. ചിലയിടത്ത് ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഇത് വ്യാസഭഗവാൻ രചിച്ചതാണെന്ന് ആചാര്യന്മാർ പറയുന്നു. നീ ശൂർപ്പണഖ സ്വയം പരിചയപ്പെടുത്തുകയാണ്. അഹം ശൂർപ്പണഖാ നാമ രാക്ഷസീ കാമരൂപിണി ഭഗിനി രാക്ഷസേന്ദ്രസ്യ രാവണസ്യ മഹാത്മനഃ. അഹം ശൂർപ്പണഖാ നാമ. എൻ്റെ പേര് ശൂർപ്പണഖ എന്നാണ്. വാക്കിൻ്റെ അർത്ഥം മുറം പോലത്തെ നഖമുള്ളവൾ. വാളുടെ വലിപ്പം ഒന്ന് ആലോചിച്ച് പോവുക. ഇത്രയൊക്കെ വലിപ്പം ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ത്രേതായുഗത്തിലെ കാര്യമാണ് പറയണത്. ഭാഗവതപ്രകാരം ഇനി നമ്മൾ ഈ കലികാലത്തിൻ്റെയൊക്കെ ഒരു തുടങ്ങിയ 10,000 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. 4,32,000 വർഷത്തിൽ 5,000 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. 5,200. ഇതിൻ്റെയൊക്കെ മധ്യം ഒക്കെ ആകുമ്പോഴത്തേക്കും അങ്കുഷ്ട മാത്രമാവുന്ന വിരലിൻ്റെ വലിപ്പേ ഉണ്ടാവുള്ളൂ മനുഷ്യനെന്നാണ്. ത്രേതായുഗത്തിൽ വളരെ ശരീരം വളരെ വലിപ്പം ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. ഇവിടെ ഭഗവാൻ ബാബ ഒരിക്കൽ കുട്ടികൾക്ക് സീതാദേവി അണിഞ്ഞിരുന്ന മോതിരം സൃഷ്ടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ മോതിരം കൊടുത്തപ്പം ഒരു വള പോലെ കയ്യിലിട്ടു എന്ന് പറഞ്ഞു കുട്ടികൾ, കോളയുട്ടികൾ. വിരലിൻ്റെ വലിപ്പം എന്തായിരുന്നു ആലോചിക്കുക. ബദരിയിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടുത്തെ അവസാനത്തെ ഗ്രാമത്തിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു അത് അവസാനത്തെ ഗ്രാമമല്ല, ആദ്യത്തെ ഗ്രാമമാണ് ഭാരതത്തിൻ്റെ, മാന. അവിടെ പഞ്ചപാണ്ഡവന്മാർ മഹാപ്രസ്ഥാനം നടത്തിയ സ്ഥലം, ആരംഭിച്ച വഴിയുണ്ട്. സരസ്വതി നദിയെ കടന്നാണ് അങ്ങോട്ട് പോകുന്നവർ. ശരീരം ത്യജിക്കാനായിട്ട് ഹിമാലയത്തിലേക്ക് കിടക്കും. ഹിമാലയത്തിൻ്റെ ഭാഗമാണല്ലോ. അവിടെ ഭീം ഭൂൽ എന്നാണ് പറഞ്ഞത്, ഭീമൻ്റെ കുളം. അവിടെ ഒരു വലിയ നീളമുള്ള പാറക്കഷ്ണം എടുത്തിട്ട് പാലം പോലെ വെച്ച് അതിലൂടെ കടന്നു പോയി. അത് ഇന്നും ഉണ്ട് അവിടെ. അപ്പം അതെടുത്ത് പാലം പോലെ വെക്കണ ഭീമൻ്റെ സൈസ് എന്താണ്? ത്രേതായുഗത്തിൽ അല്ല ദ്വാപരയുഗത്തിൽ അത്രയും വലിപ്പമുണ്ടെങ്കിൽ ത്രേതായുഗത്തിലെ വലിപ്പം എന്താണ്? ശൂർപ്പണഖ അത്രയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ധരിച്ചോളണം. രാക്ഷസിയാണ് നേരൊക്കെ പറയുള്ളൂ. അഹം ശൂർപ്പണഖ നാമ രാക്ഷസി കാമരൂപിണി. ഞാൻ രാക്ഷസവംശത്തിൽപ്പെട്ട ശൂർപ്പണഖയാണ്. കാമരൂപിണിയാണ്. ഇച്ഛ പോലെ ശരീരം സ്വീകരിക്കാൻ പറ്റുന്നവളാണ്. ഭഗിനി സഹോദരിയാണ്. രാക്ഷസേന്ദ്രസ്യ രാക്ഷസശ്രേഷ്ഠനായ ഉന്നതകുലജാതനായ രാക്ഷസേന്ദ്രൻ്റെ, രാക്ഷസരാജാവ് രാവണസ്യ മഹാത്മന, മഹാത്മാവായ രാവണൻ്റെ സഹോദരിയുമാണ്. രാവണൻ നല്ല കുലത്തിൽ ജനിച്ച ആളാണ്, ബ്രാഹ്മണനാണ്. കയ്യിലിരിപ്പ് മോശമായിപ്പോയി എന്നുള്ളൂ. ഈ ആര്യ ദ്രാവിഡ വാദം കൊണ്ടൊക്കെ വന്നിട്ട് നമ്മൾ വിചാരിച്ചു രാവണൻ ഏതാണ്ട് എന്താ ദ്രാവിഡനാണ്, കറുത്ത ആളാണ്, മറ്റ് വെളുത്ത ആൾക്കാരാണ് ഇവിടെ വന്നത്. വെളുത്ത ആൾക്കാരും ഇങ്ങോട്ട് വന്നവർ, ഇങ്ങനെയുള്ള സായിപ്പ് നമ്മളെ പഠിപ്പിച്ചത്. മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചു, നമ്മൾ അങ്ങനെ ഉത്തരം എഴുതി. എന്നാൽ എൻ്റെ അച്ഛനും അമ്മയും ആരാന്ന് എനിക്ക് പറഞ്ഞു തന്നു അയലക്കത്തുള്ളവനാണെന്നർത്ഥം. ആര്യപദത്തിന് ശ്രേഷ്ഠൻ, സംസ്കാരത്തോടുകൂടി ജീവിക്കുന്നവൻ എന്നൊക്കെയാ വാക്കിനർത്ഥം. അത് വംശമല്ല. നമ്മൾക്ക് നമ്മളുടെ ചരിത്രം അറിയാത്തതുകൊണ്ട് ഈ വിഴുപ്പുകൾ മുഴുവൻ വിഴുങ്ങി അത് ശരി എന്ന് വെച്ച് നമ്മൾ നടക്കുന്നു. തമിഴ്നാട്ടിൽ അവരുടെ തനത് വംശത്തിൻ്റെ എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കണത് ഇതും പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയൊന്നുമില്ല. പിന്നെ പറഞ്ഞ് മഹാബലിയെ ചവിട്ടിത്താത്തി എന്ന് പറഞ്ഞ പോലെയാണ്. ഭാഗവതം വാച്ചവർക്ക് മഹാബലിയെ ചവിട്ടിത്താത്തി സമ്മതിക്കാൻ പറ്റുമോ? ചവിട്ടിത്താത്തി എന്നാണ് പറയണേ.
എങ്ങോട്ട് ചവിട്ടിത്താത്തിന്ന് അറിയാനും മേല, ആര് ചവിട്ടിത്താത്തിന്ന് അറിയില്ല, ഏത് പുസ്തകത്തിലുള്ളതെന്ന് അറിയില്ല. പിന്നെ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പള്ളിക്കൂടത്തിൽ ഈശ്വരാനെ കൊണ്ട് നല്ലതൊന്നും പഠിപ്പിക്കാറില്ല. കാരണം നല്ലതൊക്കെ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചിരുന്നു എങ്കിൽ ഇന്ന് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ ധർമ്മിഷ്ഠരാകുമായിരുന്നു. നമുക്ക് എന്ത് കിട്ടി അതാണല്ലോ നമ്മൾ പിന്നെ ശീലിക്കണത്. ഇവിടെ അനാഥാലയങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. പ്രായവരെ താമസിപ്പിക്കാനുള്ള സ്ഥലം തപ്പുന്നുണ്ട്. ഞാനും തപ്പാറുണ്ട്. ഓരോരുത്തർ വിളിച്ചു ചോദിക്കും, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അച്ഛനും അമ്മയും കുട്ടികൾക്ക് ഭാരമാകുന്നത് ഇത് ഭാരമല്ല എന്നവനെ പഠിപ്പിച്ചിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും നിന്നോട് കടപ്പാടാണ്. നിനക്ക് അച്ഛനും അമ്മയോടുള്ളത് കടമാണ്. ആ കടം നീ തീർത്തില്ലെങ്കിൽ അത് കടമായി തന്നെ കിടക്കും. ഇത് പറഞ്ഞു കൊടുക്കേണ്ട കുഞ്ഞെങ്ങനെ അറിയണത്? ഇത് പറഞ്ഞു കൊടുക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ തട്ടുംപുറത്തും കയറ്റി വെച്ചു, അറിഞ്ഞോ അറിയാതെയോ. അപ്പം ആരെ പരാതി പറയാൻ പറ്റും? ആരെയും പരാതിപ്പെട്ട് കാര്യമില്ല. ക്ഷേത്രങ്ങളിൽ പഠിപ്പിക്കില്ല. അധികം ക്ഷേത്രങ്ങളിൽ ദിവസം പോടാണെങ്കിൽ പിന്നെ ഇത് പഠിപ്പിക്കാനേ പാടില്ല. വിവരം വെച്ചു പോയാലോ? ഇമ്മാതിരിയുള്ള സ്ഥലങ്ങളിലും നമ്മുടെ ഗ്രഹങ്ങളുമായിരിക്കണം നമ്മുടെ ആധ്യാത്മിക വിദ്യാലയം. കുഞ്ഞുങ്ങൾക്ക് തത്വം പറഞ്ഞു കൊടുക്കണം. എന്തിന്? അവർ സന്തുഷ്ടരായി ജീവിക്കാൻ ആണ്. ശൂർപ്പണഖ ഈ രാവണൻ ഹനുമാൻ സ്വാമി കാണുമ്പോൾ പറയുന്നുണ്ട്, എന്നാ സുന്ദരനാ, എന്നാ കുലത്തിൽ ജനിച്ചതാ, നല്ല അച്ഛനും അമ്മയ്ക്ക് ഉണ്ടായത്, ഇവനിങ്ങനെ കടകെട്ടു പോയല്ലോ. അല്ല ഉറക്കാണ് ഈ അന്തപുരത്തിൽ സീതാദേവിയെ തപ്പി കിടക്കുമ്പോൾ. എന്നിട്ട് ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്, ഇവന് നല്ല ബുദ്ധിയായിരുന്നെങ്കിൽ ഭഗവാൻ ഇവനെ പിടിച്ച് ഇന്ദ്രനാക്കുമായിരുന്നല്ലോ. ഇങ്ങനെ വരെ ചിന്തിക്കുന്നുണ്ട്. അത് ആഞ്ജനേയൻ തൻ്റെ ശത്രുക്കളൊന്ന് ഉറങ്ങും അവിടെ. നീണ്ടു ഉരുണ്ട് ബലിഷ്ഠമായ സുന്ദരമായ പൊന്നിൻ തട പോലെയുള്ള കൈകളൊക്കെയാണ് വർണ്ണിക്കുന്നത്. ഓരോ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണേ. കുട്ടുംകാറ്റകത്ത് കയറുന്ന പോലെയാണ് കയറുന്നത്. നല്ല ശ്വാസോച്ഛ്വാസം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ളവർക്കേ പറ്റുള്ളൂ. രാവണൻ രാവിടനാണെന്നും പറഞ്ഞു വന്ന് നമ്മൾ വിഴുങ്ങിയേക്കരുത്. ഭഗിനി രാക്ഷസേന്ദ്രസ്യ രാവണസ്യ മഹാത്മാവായ രാവണൻ്റെ സഹോദരിയായ ശൂർപ്പണഖയാണ് നമ്മൾ. ഖരേണ സഹിതാ ഭ്രാത്ര വാസാമ്യത്രൈവ കാനനെ രാജ്ഞാദത്തം ച മേ സർവം മുനുഭക്ഷ്യാവസാമ്യഹം. സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. ഐഡൻറ്റിറ്റി കാർഡ് പറഞ്ഞു കൊടുക്കുവാണ്. എന്താണ് അടുത്ത് പറയണേ? ഖരേണ സഹിതാ ഭ്രാത്ര, സഹോദരനായ ഖരൻ്റെ കൂടെ, വസാമി അത്ര ഏവകാന്യ, ഈ കൊടുങ്കാട്ടിൽ ഞാൻ താമസിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ സെറ്റിൽ ചെയ്തേക്കുന്നത്. മറ്റേ ചേട്ടച്ചാര് ലങ്കയിലാണ്. ഇവിടെ എൻ്റെ കൂട്ടത്തിലൊരു ചേട്ടനുണ്ട്, സഹോദരനുണ്ട്. അയാളുടെ പേര് ഖരൻ. ദത്തം ചമേ സർവം, രാജാവ് ചക്രവർത്തി രാവണൻ എനിക്കിതെല്ലാം തന്നേക്ക്. ഈ കാട് മൊത്തം എനിക്ക് സ്വന്തമായിട്ട് വന്നേക്കുകയാണ്. അപ്പം എന്നെ കൂട്ടി നിനക്ക് മെച്ചാന്നർത്ഥം. പിന്നെയോ മുനിഭക്ഷാ അസമ്യഹം, ഞങ്ങളുടെ മുനിമാരെയൊക്കെ ശാപ്പാട് കഴിച്ച് സുഖമായിട്ട് കഴിയുകയാണ്. പറ്റിയ ആളോടാണല്ലോ പറഞ്ഞത്. മുനിമാരൊക്കെ തിന്നാണ് ഞാനിവിടെ സന്തുഷ്ടയായിട്ട് കഴിയുകയാണ്. ത്വാം തു വേദിതുമിച്ഛാമി വദമേ വദതാം വരാ താമാഹ രാമനാമാഹം അയോധ്യാധിപതേ സുത. ചോദിച്ചു, വദതാം വരാ ത്വം, അങ്ങ് എന്നോട് പറയൂ, നീ ആരാണ്? എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. വേദിതും ഇച്ഛാമി, എനിക്കത് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുണ്ടല്ലോ. അപ്പോൾ രാമഹ താമാഹ, ശ്രീരാമചന്ദ്ര മഹാപ്രഭു അദ്ദേഹത്തിൽ പറയുക. ശൂർപ്പണഖ 25 വയസ്സാണ് ശ്രീരാമചന്ദ്രന്. അഹം അയോധ്യാധിപതേ സുതഃ, മാത്രമല്ല രാമനാമ, ഞാൻ അയോധ്യാധിപതി ദശരഥപുത്രനാണ്. എൻ്റെ പേര് രാമൻ എന്നാണ്. അങ്ങോട്ട് പരിചയപ്പെടുത്തുമ്പോൾ അങ്ങോട്ട് പരിചയപ്പെടുത്തണമല്ലോ. യേഷാമേ സുന്ദരീ ഭാര്യ സീതാ ജനകനന്ദിനി സദുഭ്രാത കനീയാൻമേ ലക്ഷണോതി വിസുന്ദര.
യേഷാമേ സുന്ദരി ഭാര്യ, ഈ നിൽക്കുന്ന സുന്ദരി മേ ഭാര്യ. രാമന് സീതാദേവി പറ്റിയുള്ള അഭിപ്രായം മനസ്സിലായല്ലോ. ഇതെൻ്റെ സുന്ദരിയായ ഭാര്യ. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? ഒരിക്കലൊരു പേരൻറ്റിങ് ക്ലാസ്സിൽ ഒരമ്മ സങ്കടത്തോടുകൂടി പറഞ്ഞതാ, വിവാഹം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിന് മനസ്സിലായത് ഭാര്യയ്ക്ക് സൗന്ദര്യം കുറവാണ്. അവൻ എന്താ ചെയ്യണ്ടേ? മൂപ്പർക്ക് അന്നേരമാണ് പെണ്ണ് കണ്ടത് ശരിക്കും. എങ്ങനെ സംഭവിക്കും? ഇതൊക്കെ ധർമ്മവിലോപമാണ്. ചെറുപ്പത്തിലെ വള്ളത്തോൾ പറഞ്ഞവരെ, ഈ മിണ്ടിത്തുടങ്ങാൻ വെമ്പുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം. കുഞ്ഞിന് പാൽ കൊടുക്കില്ല. ആ സമയത്ത് അമ്മയെന്നുള്ള 2 അക്ഷരം അല്ലയോ, അമ്മേ എന്നല്ലേ ആ പാലിനൊപ്പം കുഞ്ഞ് പറയണത്. എന്ന് പറഞ്ഞാൽ അമ്മയിലൂടെ സംസ്കാരം കൂടി ചെല്ലണം. അപ്പോഴാണ് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കേണ്ടത്. കീർത്തനങ്ങളൊക്കെ പാടി കൂടെ കിടത്തി വളർത്തുന്ന. അപ്പോൾ അവന് 1.5 വർഷം കഴിയുമ്പോൾ ഭാര്യയ്ക്ക് സൗന്ദര്യം കുറഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയായിരിക്കും അവനോട്ട് ആദ്യം കൊടുക്കുന്ന അടി, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനായിരിക്കും ശിക്ഷിക്കണവന്. ഇത് കൊടുത്തില്ല പിന്നെ അവനെന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടി എന്നോട് പറയുമ്പം ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. പുറത്തൊരു ക്ലാസ് കിടന്നപ്പോഴാണ് എത്ര മനപ്രയാസത്തോടുകൂടി ആയിരിക്കും അങ്ങനെയൊക്കെ ഒരു വാക്ക് പറയേണ്ടി വരിക. ഇത് പറഞ്ഞു, യശാമേ സുന്ദരി ഭാര്യ. ഇൻ്റർനെറ്റിൽ വായിച്ചൊരു കഥ ഓർമ്മ വരുന്നുണ്ട്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. നല്ലൊരു സന്ദേശം ഉണ്ട് അതിൻ്റെ. അത് കണ്ടിഷ്ടപ്പെട്ട പിള്ളേർ കല്യാണം കഴിച്ചു. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പം ഈ ഭർത്താവ്, അയാളുടെ പേര് ജാക്ക് എന്നാണ്, മറ്റ് ജാനി ഏതെങ്കിലും ആവട്ടെ, ഇംഗ്ലീഷ് പേരാ. ഈ ഭർത്താവ് ചെറുപ്പക്കാരൻ 2 വർഷം കഴിഞ്ഞിട്ട് ഭാര്യയോട് പറയാണ്, നിൻ്റെ കണ്ണിൽ കൃഷ്ണമണിയിൽ ഒരു വെളുത്ത പാടുണ്ടല്ലോ, ഇതെങ്ങനെയുണ്ടായേ ചോദിക്കുകയാണ്. ഭാര്യ പറയാണ്, ഇത് നീ എന്നെ സ്നേഹിക്കുമ്പോഴുണ്ടായിരുന്നു, കല്യാണം കഴിക്കുമ്പോഴുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് നീ ഇത് കണ്ടത്. അർത്ഥം മനസ്സിലായോ? അന്ന് അത് കൃഷ്ണമണിയിലുള്ള വെളുത്ത പാട് പോലും കാണാത്ത വിധത്തിൽ ഇവന് സ്നേഹം ഉണ്ടായിരുന്നു. സ്നേഹമുള്ളിടത്ത് ഒരു കുറവുകളും നമ്മൾ കാണില്ല. അതെല്ലാം സ്നേഹത്തിൽ മുങ്ങിപ്പോവും. അച്ഛനും അമ്മയൊക്കെ നമ്മൾ തന്നെ ഗ്ലാമർ നോക്കിയിട്ടാണോ സ്നേഹിക്കുന്നത്? മക്കളെ അച്ഛനും അമ്മയും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? ആ പൊൻകുഞ്ഞാകണത് പ്രേമം കൊണ്ടാണ്, ശുദ്ധ സ്നേഹം കൊണ്ടാണ്. ആ ശുദ്ധ സ്നേഹം ഇഷ്ടമുള്ളിടത്ത് ഒരു വൈകല്യമായി ഈ വ്യക്തിക്ക് തോന്നില്ല. ഇത് വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞില്ലേ, അന്ന് നിനക്കുള്ള സ്നേഹം ഇന്നില്ല. അതുകൊണ്ടാണ് കണ്ണിലെ കൃഷ്ണമണിയിലെ വെളുത്ത പാട് ഇന്ന് നീ കണ്ടത്. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴല്ലേ അമ്മയ്ക്കും അച്ഛനും കുഞ്ഞിനും ഈ സന്ദേശം ഉറയ്ക്കുകയുള്ളൂ. ശരിക്കും അതല്ലേ സൗന്ദര്യം? മനസ്സുകൊണ്ടുള്ള. ബാക്കി എല്ലാ സൗന്ദര്യം കാലം കൊണ്ട് നഷ്ടപ്പെടുന്നതാണ്, ഒന്നും നിലനിൽക്കുന്നല്ല. യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം, ഉള്ളിലെ സൗന്ദര്യം, സത്യത്തിൽ ഉള്ളിലെ സൗന്ദര്യത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. നമുക്കിവിടെ വേദാന്ത ഭാഗം വരുമ്പം നമുക്ക് വിവരിക്കാം. യേഷാമേ സുന്ദരി ഭാര്യ സീതാ ജനകനന്ദിനി. ഇടക്കാലത്ത് നമ്മുടെ സംസ്കാരത്തിലുണ്ടായിരുന്നതാണ്, ഭാര്യയുടെ അച്ഛനും അമ്മയും ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വലിയ മതിപ്പുണ്ടാവില്ല. ലോകന്മാരായിട്ടുണ്ടാവുമായിരിക്കും. അതെന്തൊരു സെക്കൻഡ് ഗ്രേഡ് എന്നുള്ള രീതിയിലാണ്. ഭാര്യ സീതാ ജനകനന്ദിനി, ജനകൻ്റെ പുത്രിയാണ്. ഭാര്യയുടെ പിതാവിൻ്റെ അത്ര അഭിമാനത്തോടെയാണ് അവതാര പുരുഷൻ പറയണത്. സതുഭ്രാത കനീയാൻമേ, ഇതെൻ്റെ അനുജൻ ലക്ഷ്മണൻ, അതീവ സുന്ദര. ആർക്കാ പരിചയപ്പെടുത്തിക്കൊണ്ടേ? ശൂർപ്പണയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കിം കൃതം തേ മയാ ബ്രൂഹി കാര്യം ഭുവന സുന്ദരി ഇതി രാമവചശ്രുത്വാ കാമാർത്ത സാബ്രവീത് ഇദം. കിം കൃത്യം തേ മയാ ബ്രൂഹി, നിനക്ക് ഞാൻ എന്താ ചെയ്തു തരേണ്ടത്?
രാമൻ ചോദിക്കുക, അവരിങ്ങോട്ട് ചോദിച്ചാൽ നിനക്ക് എന്താ അവിടെ സാധിക്കാനുള്ള ഇങ്ങോട്ട് പറഞ്ഞോളാനാണ് പറഞ്ഞത്. രാമൻ തിരിച്ചു പറയാണ്, എന്താണ് എന്താ വിളിച്ചത്? ഭുവനസുന്ദരി എന്നാണ്. ഈ ലോകത്തിലെ സുന്ദരിയായവളെ, കാരണം അങ്ങനെ വേഷം കെട്ടിയാണല്ലോ മുപ്പത്തി വന്നിട്ടുള്ളത്. അപ്പം അംഗീകരിച്ചു കൊടുത്തു, സുന്ദരിയാണ്, നമുക്ക് വിരോധമൊന്നുമില്ല രാമന്. നീ അതീവ സുന്ദരിയാണ്, ഭുവനസുന്ദരിയാണ്. കിംകൃതം തേ മയാ ബ്രൂഹി, നിനക്ക് ഞാൻ എന്താ ചെയ്തു തരണ്ടേ പറയൂ. ഇത് രാമവചശ്രുത്വ, രാമൻ ഇത് പറഞ്ഞത് കേട്ടിട്ട് കാമാർത്ത, കാമം കൊണ്ട് ആർത്തിയായവൾ എന്ന് പറഞ്ഞാൽ തനിക്ക് ഒന്നിനോട് ഇഷ്ടം തോന്നിയാൽ അത് സ്വന്തമാക്കാൻ എന്തും ചെയ്യുന്ന അവസ്ഥ. ഇവൾക്ക് ശാരീരിക തരത്തിലുള്ള ആഗ്രഹമായിരുന്നു. കാമം എന്ന് പറഞ്ഞ വേദാന്തത്തിലെ വാക്കിനർത്ഥം അധാർമികമായ എല്ലാ ആഗ്രഹവും. 3 ഇഡലി നിന്ന് വയറ് നിറയെങ്കിൽ 4ാമത്തെ ഇഡലി എന്താണ്? കാമത്തിൽപ്പെടും. അത് നമുക്ക് സ്വസ്ഥത തരില്ല. എന്തും അധാർമികമായിട്ടുള്ള എല്ലാം അത് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും ക്ലേശിപ്പിക്കും. ഈ ക്ലേശിപ്പിക്കുന്നതുകൊണ്ട് അതിന് പാപം എന്ന് പറയണത്. ആവശ്യത്തിലുള്ള ഭക്ഷണം കഴിച്ച ബുദ്ധിമുട്ടുന്ന ഞാനല്ലേ? വിളമ്പിയവനാണോ? ഇപ്പം ഞാൻ എന്നെ പീഡിപ്പിക്കുകയല്ലേ? മിതത്തിനാണ് ഈ സുഖമായി. അങ്ങനെയെല്ലാം സകല സുഖങ്ങളും അങ്ങനെയാണ്. അതാണ് പറഞ്ഞത്. അവൾ കാമം കൊണ്ട് ദുഃഖിതയാണ്, ആർത്തയാണ്. എന്നിട്ടോ സാ അബ്രവീദിതം, അവൾ ഇങ്ങനെ പറഞ്ഞു. എന്തു പറഞ്ഞു? ഏഹി രാമമയാസാർദ്ധം രമസ്വഗിരികാനനെ കാമാർത്താഹം ന ശക്നോമി തെക്തും താം കമലേക്ഷണം. യശോഭവൻ പറയാണ്, ഭാര്യയോടെ നിൽപ്പുണ്ടേ, പറയാ എന്താ പറയണേ? ഏഹി രാമമയാസാർദ്ധം, ഏഹി പോരൂ, എന്നോട് വരിക, മയാസാർദ്ധം എന്നോടൊപ്പം വരിക. രമസ്വഗിരികാനനെ, ഈ കുന്നിൻ മുകളിലും മനോഹരമായ വനങ്ങളിലും നമുക്ക് രമിക്കാം, ഇഷ്ടം പോലെ ജീവിക്കാം. കാമാർത്താഹം ന ശക്നോമി, കാമം കൊണ്ട് ഞാൻ ദുഃഖിതയാണ്, പീഡിതയാണ്. ന ശക്നോമി, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. തെക്തും ത്വാം, നിന്നെ വേണ്ടാന്ന് നോക്കി എനിക്ക് പറ്റുന്നില്ല. കമലേക്ഷണം, താമരക്കണ്ണനായ നിന്നെ കാമം കൊണ്ട് പീഡിതയായി എനിക്ക് ഉപേക്ഷിക്കാൻ വരുന്നില്ല. നമുക്കിഷ്ടം പോലെ പോവാം, എൻ്റെ കൂടെ പോരൂ. രാമസീതാങ്കടാക്ഷേണ പശ്യൻ സസ്മിതമബ്രവീത് ഭാര്യാമമൈഷാ കല്യാണി വിദ്യതേ ഹി അനപായിനി. പരിപക്വമായിട്ടാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഓർത്തോളം വസിഷ്ഠരാമായണമൊക്കെ പഠിച്ചു കഴിഞ്ഞ രാമനാണ്. അതുകൊണ്ട് എത്ര ശാന്തതയോടുകൂടി എന്തിനെ നേരിടാൻ സാധിക്കുന്നത്. രാമൻ പറയാണ്, ദേഷ്യമൊന്നുമില്ല. രാമസീതാങ്കടാക്ഷേണ, രാമൻ കടാക്ഷേണ സീതാം പശ്യൻ, കടക്കണ്ണുകൊണ്ട് സീതയെ ഇങ്ങനെ നോക്കി. ദേവി ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒരുത്തി വന്നിട്ട് ഭർത്താവിനെ എൻ്റെ കൂടെ പോരെന്നൊരു വിളിക്കുക. അവൾക്ക് എന്താ ഇപ്പോൾ കൊടുക്കേണ്ട സമ്മാനം? കടക്കണ്ണുകൊണ്ട് ദേവിയെ നോക്കി, ഭാര്യയായ സീതയെ നോക്കി. പശ്യൻ സസ്മിതമബ്രവീത്, പുഞ്ചിരിയോട് പറഞ്ഞു, ഭാര്യ മമൈഷാ കല്യാണി, യേഷാ മമ ഭാര്യ, ഇവൾ എൻ്റെ ഭാര്യയാണ്. ഹേ കല്യാണി, മംഗളസ്വരൂപിണി എന്നാണ് അവൾ വിളിച്ചത്. ഏ മംഗളസ്വരൂപിണി, ശൂർപ്പണയെ വിളിച്ചാണ്. കാരണം സംസ്കാരമുള്ളവനെ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളല്ലോ. ഒറ്റ കൈക്ക് വിളിക്കുള്ളൂ. പട്ടിപടിപടിയായിട്ടാണ് ഓരോ തലത്തിൽ വഴങ്ങാതെ വരുമ്പോഴല്ലേ എന്താ സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നൊക്കെ നമ്മൾ പറയില്ല. ആദ്യം പറഞ്ഞു കൊടുക്കുക, അത് ചൊല്ലിക്കൊടുക്കുക, പിന്നെ തല്ലിക്കൊടുക്കുക, പിന്നെ തള്ളിക്കളയാന്ന് പറയില്ലേ, അതുപോലെ തന്നെ പറഞ്ഞു. എന്തു പറഞ്ഞു? ഇത് എൻ്റെ ഭാര്യയാണ്, അല്ലയോ മംഗളസ്വരൂപിണി. വിദ്യതേ ഹി അനപായിനി, എൻ്റെ ഭാര്യ സുഖമായിട്ട് എൻ്റെ കൂടെ നിൽപ്പുണ്ട്, ഒരപായമില്ലാണ്ട് നിൽക്കുക. പിന്നെ എന്തിനാ ഞാൻ നിൻ്റെ ഒപ്പം വരുന്നത് എന്ന് വ്യംഗ്യം. ഇവളെൻ്റെ കൂടെ ഉണ്ടല്ലോ, എന്തിനാ ഞാൻ നിന്നൊപ്പം വരുന്നത്? ത്വം തു സാപജ്ഞദുഃഖേന കഥം സ്യാസ്യസി സുന്ദരീ ഭീരാസ്തേ മമ ഭ്രാത ലക്ഷ്മണാദീവ സുന്ദരഃ. ത്വം തു സാപജ്ഞദുഃഖേന, ഇനി വേറെ പോസിബിലിറ്റി, ഒരു സാധ്യത പറയാണ്. ഇനി വിവാഹം കഴിഞ്ഞാലോ? സാപജ്ഞ ദുഃഖം,
അല്ലേ? 2 ഭാര്യ ഉണ്ടാകുമ്പോൾ 2 ഭാര്യമാർക്ക് സന്തോഷം ഉണ്ടാവില്ല. ആ ദുഃഖം. അപ്പം ഇത് അന്നത്തെ കാലഘട്ടം കൂടെ ആലോചിക്കണം. ശ്രീരാമചന്ദ്രൻ എത്ര അച്ഛന് അദ്ദേഹത്തിന് തന്നെ 3 അമ്മമാരുണ്ടല്ലേ? ദശരഥ 3 വിവാഹം കഴിച്ചിട്ടുണ്ട്. അന്തൊക്കെ ഒരു നാട്ടുനടപ്പാണത്. അപ്പം ആ കാലഘട്ടത്തിൽ നിന്നാണ് ഈ കഥ പറയുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ നിന്ന് ഈ കഥ പറയുന്നതുകൊണ്ട് അങ്ങനെ വേണം ഈ കഥ കേൾക്കാനായിട്ട്. ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഞാൻ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുണ്ട്, അവൾ അപായമില്ലാതെ നിൽക്കുമുണ്ട്. നിന്നെ ഞാൻ വിവാഹം കഴിച്ചാൽ സാപഗ്നി ദുഃഖം നിനക്കുണ്ടാവും. 2 ഭാര്യമാരെന്നുള്ളത്. പിന്നെയോ കഥം സ്യാസ്യസി, അപ്പം എങ്ങനെ നിനക്ക് സന്തോഷത്തോടെ കഴിയാൻ പറ്റും? ഭൈരാസ്തേ മമ ഭ്രാത, നോക്കൂ, എൻ്റെ അടുത്ത് എൻ്റെ സഹോദരൻ നിൽപ്പുണ്ട്, ലക്ഷ്മണൻ. അതീവ സുന്ദര, നല്ല സുന്ദരനാ. അനിയന് വിവാഹം കഴിച്ചാൽ പോരെ? ഇവിടെ ചോദിക്കും, ലക്ഷ്മണനും വിവാഹമൊക്കെ കഴിഞ്ഞ ആളല്ലേ, രാമൻ ഇങ്ങനെ പറയാവോ എന്ന് നമുക്കൊരു സന്ദേഹം തോന്നും. നമുക്കത് പറയാൻ്റെ ഉത്തരം പറയാം. തവാനുരൂപോ ഭവിതാപഗ്നി പതിസ്തേനൈവ സഞ്ചര ഇത്യുക്താ ലക്ഷ്മണം പ്രാഹ പതിർമേ ഭവസുന്ദര. തവ അനുരൂപക, നിനക്ക് പറ്റിയ ആളാണ്. ഏട്ടനാ പറഞ്ഞു തുടങ്ങണേ. ആരാ? എൻ്റെ അനിയൻ ലക്ഷ്മണൻ, സുന്ദരനാണ്. പതിഹി ഭവിത, അവൻ നിനക്ക് പതിയായിക്കൊള്ളും, ഭർത്താവായിക്കൊള്ളും. തേന ഏവ ഇനി അവനോടൊത്ത് സഞ്ചരിച്ചോളൂ, സന്തോഷമായിട്ട് ജീവിച്ചോളൂ. ഇത് യുക്ത, ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? ലക്ഷ്മണം പ്രാഹ, അപ്പം ഇങ്ങോട്ട് തിരിഞ്ഞു. എന്നിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, സുന്ദര മേ പതി ഭവ, എന്നാ എന്നെ കല്യാണം കഴിക്കുക. ശൂർപ്പണഖയുടെ മനോഭാവം എന്താണെന്ന് വ്യാസഭഗവാൻ കാണിച്ചു തരുവാണ് രാമൻ്റെ വചനങ്ങളിലൂടെ. ഇവൾ എന്താണ്? ഉറച്ചു നിൽക്കുന്നവളല്ല. ഇവൾക്ക് അപ്പപ്പോഴത്തെ സന്തോഷത്തിന് ആരെങ്കിലുമൊക്കെ വേണമെന്നുള്ള, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ രാമന് ഇഷ്ടപ്പെട്ട് രാമൻ പറയും, എനിക്ക് എൻ്റെ അനിയൻ, അന്ന് പിന്നെ അനിയനോട്, എന്നാൽ പിന്നെ നിനക്ക് എന്നെ കെട്ടാൻ മേലെ. അങ്ങനെ മനസ്സ് മാറി കാണുന്നവരൊക്കെ കെട്ടാൻ നോക്കുന്നവൾ സമൂഹ ജീവിതത്തിന് അപകടകാരിയാണ്. സാമൂഹിക ജീവിതത്തിന് പറ്റില്ല. അത് അധികാര സ്ഥാനത്തും കൂടെ ഉള്ളവളാണെങ്കിലോ? ഖരൻ പറഞ്ഞു, ലങ്ക ഭരിക്കുന്ന രാക്ഷസശ്രേഷ്ഠൻ രാവണൻ, ഇവരുടെയൊക്കെ ഒരു അനീതിക്കാണ് ഇങ്ങനെയുള്ളൊരു സ്വഭാവ വൈകല്യം ഉണ്ടെങ്കിലോ? ഇത് നമ്മളുടെ ഭരണരംഗത്ത് കാണുന്ന എന്താ? അച്ഛൻ, മക്കള്, ഭാര്യ, ബന്ധുക്കള്, ചിറ്റപ്പൻ, ചിറ്റമ്മ. ഒരാൾ അധികാര സ്ഥാനത്തുണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടവരെല്ലാം അധികാരത്തിൻ്റെ എല്ലാം ഉപയോഗിക്കുന്നു. അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ട്? അധികാരത്തിൽ ഇരിക്കുന്നവൻ്റെ ധർമ്മബോധമില്ലായ്മ. ഏത് കാലത്തും ഇങ്ങനെ വന്നാൽ ഇതേ സംഭവിക്കൂ. അതിൻ്റെ ഫലം എന്തായിരിക്കും? അപ്പം അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ കയറിയതിന് എന്നാ കുഴപ്പം? എന്താ കുഴപ്പം? 10-100 വർഷം നിൽക്കേണ്ട പാലം 2-ാം വർഷം പൊളിക്കേണ്ട വരും. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം എന്തു പറ്റും? റോഡ് ഇടിഞ്ഞു പോവും. രാത്രി കിടന്നുറങ്ങും, നേരം വെളുക്കുമ്പോൾ പത്രത്തിൽ വാർത്ത ഒരു ഗ്രാമം മൊത്തം ഒലിച്ചുപോയി. എങ്ങനെ ഒലിച്ചുപോയി? ഉരുള് പൊട്ടി. എങ്ങനെ പൊട്ടി? സഹ്യനിൽ പാറ പൊട്ടിച്ചു. പൊട്ടിക്കരുത് പറഞ്ഞില്ലേ? ഒരു ഒപ്പം പറഞ്ഞു, ഗാഡ്ഗിൽ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, തുടരുത്, അപകടമാണ്. ഈ കേരളത്തെ പറ്റി പറയേ, ഇങ്ങനൊരു സ്ലേറ്റ് പോലുള്ളൊരു സംസ്ഥാനമാണ്. അതിങ്ങനെ ചെരിഞ്ഞിരിക്കണയാണ്, മുഴുവൻ മലയാണ്, 10-64 നദിയുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ വെള്ളം അവിടെ കെട്ടി നിന്നത് മൊത്തം പോവും, തൊട്ടടുത്ത കടലാണ്. അപ്പോൾ വെള്ളം വന്നിങ്ങനെ ഒലിച്ചു പോകണം. അത് ഇവർ പണ്ഡിതന്മാർ പറയും, വെള്ളം ഒഴുകിപ്പോരുത്, നടന്നു പോകണം എന്ന് പറയും കേരളത്തിൽ കൂടെ. എന്ന് വെച്ചാൽ എന്നർത്ഥം, അങ്ങനെ നടന്നു പോകത്തക്ക വിധമാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി തമ്പുരാൻ ഉണ്ടാക്കി തന്നത്. നിറയെ തടാകങ്ങൾ, വയലുകൾ, തോട്ടങ്ങൾ, നദികൾ.
ഇതുകൂടെയൊക്കെ പെട്ടെന്ന് മഴ ആ മലയിൽ നിന്ന് ഒഴുകി തടാകങ്ങളിലും ചതുപ്പുകളിലും പാടശേഖരങ്ങളിലും നിറഞ്ഞ് അവിടെ നിറഞ്ഞ് ഒഴുകി നടന്നാണത് കടലിലേക്ക് പോണേ. കടലിലേക്ക് പൊക്കോട്ടെ, ഇവിടെ പിടിച്ചു നിർത്തണ്ട. പിടിച്ചു നിർത്തിയത് താങ്ങില്ല. കാരണം ഇവിടെ വെള്ളം പൊങ്ങിയാൽ ജീവിക്കാൻ പറ്റില്ല. വെള്ളക്കെട്ടെന്ന് പറഞ്ഞപ്പോൾ വെള്ളം നടന്നുമുള്ള ഇരുന്നുമുള്ള കിടക്കുകയാണ് അവിടെ. നമ്മൾ ഓരോരുത്തരും അല്ലേ അനുഭവിക്കുന്നത്. ആ താഴ്ന്ന സ്ഥലത്തൊക്കെ ആലോചിച്ച് നമ്മുടെ വീട്ടിലൊരു മുറ്റത്ത് 1 മണിക്കൂർ വെള്ളം കിട്ടുന്ന അവരൊക്കെ അടുക്കള ഇനി അവർക്കൊരു വർഷത്തിലൊരു വഴിപാട് പോലെ ശബരിമലയ്ക്ക് പോണവർ 3 മാസം വെള്ളത്തിൽ കിടക്കുക. എങ്ങനെ സംഭവിച്ചു? ധാർമ്മികനായവൻ ഇവിടെ ഭരിക്കാത്തതുകൊണ്ട്. ധർമ്മം നിലനിർത്തണമെങ്കിൽ ശക്തൻ വേണം. ധർമ്മിഷ്ഠന് സ്വാർത്ഥതയുണ്ടായിക്കൂടാ. അവൻ്റെ സ്വാർത്ഥത ആരെ ബാധിക്കും? സമൂഹത്തെ മൊത്തം ബാധിക്കും. അറിവുള്ളവനും അറിവില്ലാത്തവനും അറിവില്ലാത്തവനും സ്വാർത്ഥമതികളും അധികാരം കൈകാര്യം ചെയ്താൽ എവിടെ? വീട്ടിലാണെങ്കിലും അങ്ങനെയല്ലേ? വീട്ടിലെ പൈസ തോന്നിവാസം ദൂർത്തടിക്കണം. മകൻ്റെ കയ്യിൽ അച്ഛൻ പൈസ തുടങ്ങി അവൻ 2 ദിവസം കൊണ്ട് കൊളാക്കി തരും. എവിടെ? വീടിനൊരു നാഥനുള്ള പോലെ നാടിനൊരു നാഥൻ. അച്ഛൻ വീട്ടിൽ ശരിയല്ലെങ്കിലോ, അമ്മ ശരിയല്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ വീടിൻ്റേതായ രീതിയിൽ വീടിനെ കൊണ്ടു കിടക്കാത്ത അച്ഛനും അമ്മയാണെങ്കിലും ആ വീട്ടിലൊരിക്കലും സമാധാനമോ സന്തോഷമോ സമ്പത്തോ ഉണ്ടാവില്ല. അല്ലാണ്ട് നമ്മൾ കനകധാരാസ്തോത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും എന്ത് വീടില്ല. ഇനിയിപ്പോൾ സ്വർണ്ണനിലയ്ക്ക് വീണു നോക്കട്ടെ, വീണിട്ട് കാര്യമുണ്ട്. അത് സൂക്ഷിച്ചു വെക്കാനാണ് പഠിക്കണ്ടേ. അത് സൂക്ഷിച്ചു വെക്കണതിൻ്റെ പേരാണ് ധർമ്മബോധം. നമുക്ക് ഭഗവാൻ ധനം തന്നു. ആ ധനം എങ്ങനെ നമ്മൾ ചെലവഴിക്കുന്നു എന്നുള്ളത് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് നിത്യരാമായണ പാരായണം. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും വിവേകവും വളർത്തും. ആ ഓരോ കുടുംബങ്ങളിലെ ശക്തിയാണ് വീടിൻ്റെയും നാടിൻ്റെയും രാജ്യത്തിൻ്റെയും എന്തിന് ലോകത്തിൻ്റെയും ശാന്തിക്കടിത്തറ വ്യക്തിയുടെ ധർമ്മബോധമാണ്. അതുകൊണ്ട് വ്യക്തിയെയാണ് നമ്മൾ ചൂണ്ടുന്നത്. നമ്മൾ രാമായണം വായിച്ചാലും ഗീത വായിച്ചാലും ഭാഗവതം വായിച്ചാലും കുറേ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, പ്രശ്നം മുഴുവൻ നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ അയൽവക്കക്കാരെ പറയാറില്ല. അല്ലെങ്കിൽ അവനെ പിടിച്ച് വീട് ചേർക്ക്, ഇവനെ പിടിച്ച് അങ്ങോട്ട് ചേർക്ക്, അല്ലെങ്കിൽ എൻ്റെ മതം വളർത്തുക, ആ പരിപാടിയില്ല. ഇത് ആകപ്പാടെ നന്നായി പഠിച്ചാൽ നമുക്കൊരു മനസ്സിലാവണ ഒരു കാര്യം, ഞാൻ കുറച്ചും കൂടെ നന്നാവാനുണ്ടെന്നാണ്. നമ്മുടെ ഏത് ഗ്രന്ഥം അതല്ലാതെ പറഞ്ഞിട്ടുള്ള അയലൊക്കെക്കാരൻ നന്നാവാനുണ്ട് പറഞ്ഞിട്ടുണ്ടോ? നീ കുറച്ചുകൂടെ ധാർമ്മികമായിട്ട് ജീവിക്കൂ. സന്തോഷത്തിൻ്റെ രഹസ്യം അതാണ്. ഇത്രയും ഉന്നതമായൊരു അറിവിൻ്റെ സമ്പത്ത് ലോകത്തെങ്ങുമില്ലാത്തതുകൊണ്ടാണ് ആചാര്യൻ പറഞ്ഞത്, ലോകം നിലനിൽക്കണമെങ്കിൽ ഭാരതം നിലനിൽക്കണം, ഭാരതം നിലനിൽക്കണമെങ്കിൽ വേദധർമ്മം നിലനിൽക്കണം, വേദധർമ്മം നിലനിൽക്കണമെങ്കിൽ വേദം ആചരിക്കണമെന്ന് നിലനിൽക്കണം. ബാവ പറയും, അമ്മയുടെ തോളത്ത് കാല് കയറ്റി വെച്ച് കുഞ്ഞു കിടന്നുറങ്ങണ കാലത്ത് അവൻ്റെ കുഞ്ഞു തുടയിൽ തട്ടിക്കൊടുത്ത് രാമൻ്റെയും കൃഷ്ണൻ്റെയും രാമകൃഷ്ണൻ്റെയും കഥ പറഞ്ഞു കൊടുക്കൂ. ആ കാല് ബലിഷ്ഠമാകും, ആ കൈകൾ ബലിഷ്ഠമാകും. അവൻ അമ്മയുടെ മാത്രമല്ല ലോകത്തിൻ്റെ കണ്ണീരൊപ്പും. അതല്ല എങ്കിൽ ഈ കാലം കൊണ്ട് അവൻ അമ്മയെ തൊഴിക്കും. തമാഹ ലക്ഷ്മണ സ്വാധീ ദാസോഹം തസ്യ ധീമതഃ ദാസീ ഭവിഷ്യസിതം തു തതോ ദുഃഖതരം नु കിം. ലക്ഷ്മണഃ താം ആഹാ. ലക്ഷ്മണൻ അവളോട് പറഞ്ഞു, എന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു, സ്വാധീ തസ്യ ധീമതഃ ദാസഃ അഹം. ഇപ്പം അങ്ങയോട് പറഞ്ഞ ആ പ്രതിഭാശാലിയില്ലേ, മഹാബുദ്ധിശാലി, വിവേകശാലി, ധർമ്മശാലി, അദ്ദേഹത്തിൻ്റെ ദാസനാണ് ഞാൻ. അപ്പം ഈ ദാസനെ വിവാഹം കഴിച്ചെന്താവും? നീയും ദാസിയാവും. ദാസിയാവാൻ എന്തൊരു മോശം. ഈ ചക്രവർത്തിയുടെ സഹോദരിയൊക്കെയല്ലേ. അപ്പം അതിനേക്കാൾ നല്ല തഥാ കിംനു ദുഃഖതരം സ്യാത്. അതിനേക്കാൾ എന്തു വലിയ ദുഃഖമാണ് ഒരു സ്ത്രീക്ക് വരാനുള്ളത്. ഭർത്താവ് ദാസൻ, ഭാര്യ ഓട്ടോമാറ്റിക്കായിട്ട് ദാസിയാവും.
അതുകൊണ്ട് നീ എന്നെ വിവാഹം കഴിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് ലക്ഷ്മണൻ പറഞ്ഞു. തമേവ ഗച്ഛ ഭദ്രം തേ സതുരാജാഖിലേശ്വര തശ്രുത്വാ പുരപ്യഗാത് രാഘവം ദുഷ്ടമാനസ. തം ഏവ ഗച്ഛ, നീ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ പൊക്കോളൂ, രാമൻ്റെ അടുത്തേക്ക് തന്നെ പൊക്കോളൂ. കാരണം തേ സതു രാജ അഖിലേശ്വര, അദ്ദേഹമാണ് ഈ രാജാവാണ്, അഖിലത്തിൻ്റെയും ഈശ്വരനാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവാണ് അദ്ദേഹം. തേ ഭദ്രം, നിനക്ക് നന്മയുണ്ടാവും. തതുശ്രുത്വാ ദുഷ്ടമാനസ, അത് കേട്ടിട്ട് ദുഷ്ടമനസ്സോടുകൂടിയ ആ രാക്ഷസി പുനഃ അപ്പി, വീണ്ടും രാഘവ ആഗാത്, രാഘവൻ്റെ അടുത്തേക്ക് പിന്നെയും ചെന്നു. ശ്രീരാമചന്ദ്രൻ ആദ്യം ഇങ്ങോട്ട് വിട്ടു, ലക്ഷ്മണൻ എനിക്ക് പറ്റില്ല, നീ അദ്ദേഹത്തിന് പിന്നെ ചെന്നാൽ പിന്നെ രാമനെ കെട്ടാൻ പുള്ളിക്കാരത്തെ ഇപ്പുറത്തേക്ക് വീണ്ടും ചെന്നു. ക്രോധാത് രാമ കിമർത്ഥം മാം ഭ്രാമയസ്യനവസ്ഥിത ഇദാനീമേവ താം സീതാം ഭക്ഷയാമി തവാഗ്രതഃ. ക്രോധാത് രാമ, കോപത്തോടെ പിന്നെ ഇങ്ങോട്ട് വെച്ചപ്പോൾ ഒക്കെ ദേഷ്യം വന്നു. ആർക്കായാലും വരൂലേ? അനവസ്ഥിത കിമർത്ഥം, രാമ നീ എന്താ അനവസ്ഥിതനായിട്ട്, സ്ഥിരതയില്ലാതെ, ഒരു ഉറപ്പില്ലാതെ, മാം ഭ്രാമേസി, എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നത്? നിനക്കൊറ്റ പ്രശ്നമുള്ളൂ, എന്താ? ഭാര്യ കൂടെ ഉണ്ട്, ഇത്രയല്ലേ ഉള്ളൂ. അതിപ്പോൾ തന്നെ ഞാൻ പരിഹരിച്ചേക്കാം, പിന്നെ ശല്യമില്ലല്ലോ, തടസ്സമില്ലല്ലോ. അതെന്താണ് പറയണത്? താം സീതാം തവ അഗ്രതഃ, ഈ സീതയെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇതാനീം ഏവ ഭക്ഷയാമി, ഇപ്പം തന്നെ ഞാൻ അങ്ങോട്ട് നിന്നേക്കാം. പിന്നെ ആ പ്രശ്നം സോൾവായി. പിന്നെ ഭാര്യ കൂടെ ഇല്ലയോ? രാമൻ പറഞ്ഞ തടസ്സം അതല്ലേ. അപ്പം അങ്ങനെയാകാം. ഇത്യുക്താവികട. അപ്പം ഇനി ഇവിടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചത് ശരിയാണോ? ഇപ്പം നമുക്കിപ്പോൾ ഈ പാവൻ രാമനാണല്ലോ വക്കീല് വേണ്ടത്. രാവണന് വക്കീല് വേണ്ട, ബാലിക്ക് വക്കീല് വേണ്ട, പിന്നെ ആരാ, താരയ്ക്ക് വക്കീല് വേണ്ട, നമ്മുടെ ഏകലവ്യന് വക്കീല് വേണ്ട. വക്കീലൊക്കെ വേണ്ട കൃഷ്ണനും രാമനുമാണ്. നമുക്ക് ഇന്നലെ ഇങ്ങനെ ചെയ്ത് ശരിയാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ തുറവിശംബരൻ സാറിനെ പോലുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ വേഷം കെട്ടി കാട്ടിൽ മര്യാദയ്ക്ക് വെക്കണം, ജീവിക്കേണ്ട അടുത്തുണ്ട്, ഞാൻ നിന്നെ കെട്ടിക്കോടെ, ഇവളെ കൊച്ചുണ്ടെങ്കിൽ നടക്കണേ എന്ന് ചോദിക്കണത് ശരിയാണോ? ഇവിടെ വംശമൊന്നും അല്ലല്ലോ, രാക്ഷസ വംശത്തിലല്ല, ഇത് മനുഷ്യരാണ്, അവർ വേറെ സംസ്കാരത്തിൽ ജീവിക്കുന്നതാണ്. അവരവിടെ ഭാര്യയും ഭർത്താവുമായിട്ടൊരു ആശ്രമം കെട്ടി പഴവും ഇതൊക്കെ പറിച്ച് നാമം ജീവിക്കുക. അവിടെ കയറി ചെന്ന് കുടുംബം കലക്കാൻ ചില കാര്യമുണ്ടോ? പിന്നെ അവളെ എന്താ ചെയ്യണ്ടേ? അപ്പം അദ്ദേഹത്തിൻ്റെ ഈ തെറിക്കുത്തരം എന്താ മുറിപ്പത്തല്ലേ, അവളുടെ പിന്നെ എന്നാ ചെയ്യണ്ടേ? അവളുടെ അയ്യോ നീ അവിടെ ഇരിക്കുക, ഈ ഏകപത്നി വ്രത, അവൾക്ക് അങ്ങനെ പറഞ്ഞിടത്ത് മനസ്സിലാവുമോ? അങ്ങനെ മനസ്സിലാവണമെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല, നീ അവൻ്റെ അടുത്തേക്ക് എന്നോട് തന്നെ അവൻ്റെ അടുത്തുനിന്നു, അവൻ പറ്റില്ല, എന്നാൽ പിന്നെ നിന്നെ ഞാൻ കിട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സ് മാറുന്ന ഉരുത്തി നാളെ ഈ രാമനെ കല്യാണം കഴിച്ച് 4 ദിവസം കഴിയുമ്പോൾ ഇതിനേക്കാളും സുന്ദരം അവൾ എന്ത് ചെയ്യും? പിന്നെ മൂപ്പത്തി പറഞ്ഞു, എൻ്റെ ശാപ്പാട്, മെയിൻ ശാപ്പാട് മുനികളെ തിന്നലാണ്. അങ്ങനെയുള്ള ഒരുവളെ വെച്ച് കഴിക്കാൻ കൊള്ളാവോ? അവൾ സമൂഹത്തിന് അപകടകാരിയാണ്. അവിടെ കുന്നുപോലെ വെള്ളക്കുന്ന് കണ്ടത് എന്താണ് രാമനെന്ന് ചോദിച്ചപ്പം ഇവർ തപസ്സിൽ അമർന്നിരിക്കുമ്പോൾ ഈ രാക്ഷസപ്പടൽ ഒന്ന് തിന്നൊടുക്കി കൃഷിമാരുടെ എല്ലും കൂടങ്ങളാണ് ആ കാണുന്നത്. ഇതിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കുന്ന ആ നിമിഷം രാമൻ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട്, നമുക്ക് പോയി ശത്രുതയൊന്നുമില്ലല്ലോ, നമ്മൾ അങ്ങോട്ട് കയറി വഴക്കുണ്ടാക്കണ്ടോ എന്ന് ദേവി ചോദിക്കുന്നുണ്ട്. അവൻ അതെങ്ങനെയല്ല, ഞാൻ ക്ഷത്രിയനാണ്, ധർമ്മപുനഃസ്ഥാപനം എൻ്റെ ലക്ഷ്യമാണ്. എവിടെ അധർമ്മം കണ്ടാലും ഞാൻ ഇടപെട്ടിരിക്കുക. അത് കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും. ഈ അതിർത്തി മാറുമ്പം എന്തില്ല, നമ്മുടെ പോലീസുകാർ പറയില്ലേ, ഞങ്ങളുടെ പോലീസ് അതിർത്തിയല്ല അപ്പുറ അതിർത്തി, അതല്ല. അധർമ്മം എവിടെ കണ്ടാലും നമ്മൾ ഇടപെട്ടിരിക്കും. ആര്? ക്ഷത്രിയൻ ഇടപെട്ടിരിക്കും. അന്നത്തെ ധർമ്മത്തിൻ്റെ വിഭജനം അങ്ങനെയാണ്. ഇന്നത് വേറെ രീതിയിൽ, അന്നത്തെ നയം അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്കതിന് ഇടപെട്ടേ പറ്റൂ എന്ന് ദേവിയോട് ശാന്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദേവിക്കത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതിന് കൃത്യമായ ഉത്തരവും ശ്രീരാമചന്ദ്രൻ കൊടുക്കുന്നുണ്ട്. ദേവിക്ക് അന്ന് 19 വയസ്സും കണ്ടാൽ തോന്നുന്നു.
അപ്പം ഇവളെ ഇപ്പം ഞാൻ തിന്നോളാം എന്ന് പറഞ്ഞ് ഇവളുടെ തനിനിറം എന്താണെന്ന് പുറത്താക്കിയിട്ട് വേണം ഇവൾക്ക് അറിയിക്കുന്ന ശിക്ഷ കൊടുക്കാൻ. ആ ശരി, അങ്ങ് മാരീഡ് ആണല്ലേ, എന്നാൽ പിന്നെ ഞാൻ പൊക്കോളാട്ടോ എന്ന് വെച്ച് പോകാറുന്നല്ലോ, ശൂർപ്പണിക്ക് പോകാറുന്നല്ലോ. അപ്പോൾ കാമാർത്ഥ ദുഃഖിതാഹ, കാമം കൊണ്ട് ഞാൻ പീഡിപ്പിക്കപ്പെടണം, എനിക്ക് നിന്നെ കൂടിയേ പറ്റുള്ളൂ, കൊണ്ടുപോകണം എനിക്കിപ്പോൾ തന്നെ. നീ ഇല്ലെങ്കിൽ വേണ്ട, നിന്റെ അനിയനെ കൊണ്ട് പൊക്കോളാം. എന്ത് സ്വഭാവമാണ് അവിടെ? ശക്തിയും കൂടിയാണെങ്കിലോ. അപ്പം ഇത്യുക്ത ഇനി ആ പാവം സീതാദേവി എന്ത് പഴിച്ചു? അതിനെ തിന്നേക്കാന്നാ പറയണത്. ഇത്യുക്ത വികടാകാര ജാനകീം അനുധാവതീ തതോ രാമാജ്ഞായ ഖഡ്ഗം ആദായ പരിഗൃഹ്യതാം. ഇങ്ങനെ പറഞ്ഞ് ദേവിയുടെ പുറകെ അവൾ ഓടി. വികടമായ അവളുടെ ഒറിജിനൽ വേഷം എടുത്തു. ഇപ്പം ഈ ഡ്യൂപ്ലിക്കേറ്റ് വേഷമായിരുന്നു, ബ്യൂട്ടി പാർലറിൽ നിന്ന് വന്ന വേഷം കഴിച്ചുകൊണ്ട് തനിരൂപം പുറത്തേക്ക് എടുത്തു. അതാണ് അവളുടെ തനിനിറം. ആ തനിനിറത്തെ പുറത്ത് കൊണ്ടുവരികയാണ്, എന്നിട്ടുള്ള ശിക്ഷിക്കാൻ. ജാനകിയും അനുധാവതി ദേവിയുടെ പുറം ഓടുകയാണ്. അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു പോകും. ആ സമയം തതഹ അലഘുവിക്രമ ലക്ഷ്മണ, അലഘു എന്ന് പറഞ്ഞാൽ ലഘുവല്ലാത്ത ഭീമപരാക്രമിയായ ലക്ഷ്മണൻ രാമാജ്ഞയാ ഖഡ്ഗമാദായ, രാമൻ്റെ കൽപ്പന കൊണ്ട് തൻ്റെ ആ മൂർച്ചേറിയ വാളെടുത്തു. ചിച്ഛേദനാസാം കർണൗജ ലക്ഷ്മണോ ലഘുവിക്രമ തതോ ഘോരധനിം കൃത്വാ രുതിരാക്തവബുദ്രുതം. എടുത്തിട്ട് പരിഗ്രഹി അവളെ കൂട്ടിഞ്ഞു പിടിച്ചിട്ട് സാം കർണൗ നാസാം കർണൗ ചിച്ഛേദ, ചെവിയും മൂക്കും ഒറ്റ വീട്ടിന് മുറിച്ചു. അങ്ങനെ ഒറ്റ വീട്ടിന് മുറിക്കാൻ പറ്റണേ? ഇങ്ങനെ വെട്ടി ചിലപ്പോൾ ഈ ചെവിയുടെ ഒരു തുമ്പും ഒരു മൂക്കിൻ്റെ എത്രയും ഇവിടെ പോവോ? അപ്പം എത്ര വിദഗ്ധമായി വാള് ഉപയോഗിക്കാൻ വിദഗ്ധനായിരുന്നു ലക്ഷ്മണൻ. ഇങ്ങനെ വെട്ടി കളഞ്ഞു. കഴുത്തൊന്നും പോയില്ല, വേറെ നെറ്റിയിലൊന്നും കൊണ്ടില്ല. ഇത് ഇങ്ങനെ തൂങ്ങി നിൽക്കുവാണല്ലോ, ഇതിങ്ങനെ നിൽക്കുമല്ലേ ക്ലീനായിട്ട് ഇടുകാതെ. എഴുത്തച്ഛൻ പറഞ്ഞ ഗാനം കണക്കയുള്ള വഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കുബത കൂനൂരു ദാസിയെ. വേറെ കഥയിലേക്കോ ഞാണാന്ന് പിന്നെ ശൂർപ്പണക പറഞ്ഞിട്ടില്ല എന്ന് എഴുത്തച്ഛൻ പറഞ്ഞേ. കാരണം ഇത് വേണമെങ്കിൽ മൂക്ക് വേണം പറയാൻ. മൂക്ക് പോയാൽ പിന്നെ ഈ അനുനാസിക ശബ്ദം വരില്ലല്ലോ. അതിനകത്ത് അവർ നർമ്മ ആലോചിച്ച് നോക്കൂ. ഗാനം കണക്കയുള്ള അഞ്ചക്ഷരങ്ങളുടെ ഊനം കുറവ്. ഈ അവരുടെ അക്ഷരമാലയിൽ നിന്ന് 5 അക്ഷരം എടുത്ത് കളഞ്ഞു. ഇത് ഭട്ടതിരിപ്പാട്, ഞാൻ വായിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അദ്ദേഹം ഈ ശൂർപ്പണക വിലാപം എഴുതിയിട്ടുണ്ട്. ഈ നാമ ഇല്ലാണ്ടാണ് ഇവർ കരഞ്ഞത്. പരാതി ഒന്ന് പറഞ്ഞു ചേട്ടനോടെ. അപ്പോൾ ഈ 5 അക്ഷരം പറയാൻ മേലത്തിന് ഇത് ഒഴിവാക്കിയാണ് അദ്ദേഹം കവിത എഴുതിയെന്ന് പറയുമ്പം ആ പ്രതിഭയൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഒറ്റ വെട്ടിലിത്. ഇവിടെ നമ്മുടെ എഴുത്തച്ഛൻ, അദ്ദേഹം മഹാഋഷിയാണ് എങ്കിലും അദ്ദേഹം മൂക്കും മുലയും നാസികയും മുറിച്ചു എന്ന് എഴുതിയിട്ടുള്ളത്. നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ അതൊരിക്കലും ചെയ്യാനുള്ള വിധിയില്ല. അപ്പം അദ്ദേഹം അങ്ങനെ എഴുതിയാണോ പിൽക്കാലത്ത് എഴുതി കേട്ടവർ മാറിപ്പോയതാണോ നമുക്കറിയാൻ മേല. ഇതൊക്കെ ആചാര്യന്മാരുടെ ഇതാ പറയണേ. ഇവിടെ ഫ്രാൻസാർ പറയും കച്ച കുച്ച യോനി സ്പർശം. മഹാ അപരാധമായിട്ടാണ് ഭാരതത്തിൻ്റെ ധർമ്മശാസ്ത്രം ഒരു സ്ത്രീയുടെ ഈ 3 ഭാഗങ്ങളിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, കച്ചവടം മുടിക്കും, ഇവിടെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, മുടിക്കുത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വധിക്കപ്പെടാൻ അർഹനാണ്. അവനെ പിന്നെ ജീവിക്കാൻ അവന് അർഹതയില്ല. കാരണം ഒരു സ്ത്രീയുടെ അഭിമാനത്തിൻ്റെ പ്രകടമായ ചിഹ്നമാണ് അവളുടെ മുടിക്കുത്ത്. അവിടെ അങ്ങനെ പിടിച്ചുകൂടാ. കുജം മാറ്. അപ്പം അത് ചെത്തിക്കളയുക എന്നൊക്കെ പറയാ നമ്മുടെ ധർമ്മശാസ്ത്രം വെച്ച്. ധർമ്മസ്വരൂപനായ രാമൻ്റെ അനുജൻ ഒരിക്കലും സംഭവിക്കും. വേറൊരു രാമായണത്തിൽ അതില്ല. നമ്മുടെ കിളിപ്പാട്ടിൽ അങ്ങനെയുള്ള അങ്ങനെ ഒന്നും എന്നറിയില്ല, ഇങ്ങനെ ഉണ്ട്. ഇവിടെ ചിച്ഛേദ ഇതിൽ നിന്നാണ് ആരുടെ എഴുത്തച്ഛൻ ഇത് തയ്യാറാക്കിയത്, കിളിപ്പാട്ട്.
ചിച്ഛേദ മുറിച്ചു കളഞ്ഞു. നാസാ കർണോ രണ്ടെണ്ണം, 2 ചെവിയും മൂക്കും മുറിച്ചു കളഞ്ഞു. ക്രന്ദമാനാപവാദാഗ്രേ ഖരസ്യ പരുരാക്ഷര കിമേതദ് ഇതി താം ആഹ ഖരം ഖരതരാക്ഷരഃ. ഖരതരമായ വാക്കുകൊണ്ട്, കടുപ്പമുള്ള വാക്കുകൊണ്ട് ഖരൻ അലറിക്കൊണ്ട് ചോദിച്ചു. അപ്പം ഈ വെട്ടം കൊണ്ട് അനിയത്തി ഓടി ഖരൻ്റെ അടുത്ത് ചെന്നപ്പം ഇതും മുറിച്ച് കളഞ്ഞിരിക്കണം, മൂക്കും മുറിച്ചിട്ടുണ്ട്, രക്തം ഒലിപ്പിച്ച് ഈ കരഞ്ഞു കൂവി പറയുമ്പോഴത്തേക്കും അതീവ കോപത്തോടുകൂടി ഏതത് കിം ഇതി താം ആഹ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അലറിക്കൊണ്ട് ഖരൻ ചോദിച്ചു. കേനേദം കാരിതാസ്തും മുക്തോ വക്താനുവർത്തിന വദമേതം വദിഷ്യാമി കാലകൽപ്പമഭിക്ഷണാത്. ഏതവനാണ് മരണത്തിൻ്റെ വായുവിലേക്ക് കടക്കാൻ ധൈര്യപ്പെട്ടത്? അത് നിന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ അവൻ കൊല്ലപ്പെട്ടതിന് തുല്യമാണ്. ഏതവന് ഇതിനുള്ള ധൈര്യം വന്നത്? മരണത്തിൻ്റെ വായുവിലേക്ക് പ്രവേശിക്കാൻ കരുത്ത് കാണിച്ച അവൻ ആരാണ്? മേ വദ, നീ എന്നോട് പറയുക. കാലകൽപ്പമപി, അവൻ കാലാഗ്നി തുല്യനാണെങ്കിൽ പോലും തം ക്ഷണാത് വദിഷ്യാമി, അവൻ ഈ നിമിഷം ഞാൻ ഹനിച്ചിരിക്കും, കൊന്നിരിക്കും പറയണം. അതായത് അവർക്ക് ന്യായമൊന്നും കേൾക്കണ്ട, എൻ്റെ ആൾക്കാരെ വല്ലതും തൊട്ടോന്ന് കേട്ടാൽ മതി. ഇതല്ലേ രാഷ്ട്രീയക്കാരുടെ ഇടയ്ക്കും കാണണേ. ചെറുപ്പക്കാരെ പിള്ളേർ കരിങ്കൂടി പൊക്കി കാണിച്ചു, രക്ഷാപ്രവർത്തനം നടത്തി, ഉള്ള ചെറുപ്പക്കാരെ തല മുഴുവൻ തല്ലിപ്പൊട്ടിച്ചു. നീ എന്തിനാടാ മക്കളെങ്ങനെ കാണിച്ചു? റോഡിൻ്റെ സൈഡിൽ നിന്ന് ഈ തല്ലിപ്പൊട്ടിച്ചവന് ഈ നാട്ടുകാരനല്ലേ? അവനുണ്ടാവുന്ന അധപ്പതനം എന്താണ്? നാടിൻ്റെ അധപ്പതനല്ലേ? അധികാരി ഒരിക്കലും കാണിക്കുന്നത് അപകടകരമായ അവസ്ഥയിൽ നീങ്ങിയാൽ മാത്രമേ കാരണം ഉപദ്രവിക്കപ്പെടുന്നവനും ഈ നാട്ടിലെ ജനമാണ്. പണ്ട് പറയൂലോ, കുട്ടികളെ തല്ലിക്കോ മുട്ടിന് താഴെ ഈർക്കിളി കൊണ്ട് അടിച്ചോളാൻ പറയും. പിന്നെ മുട്ടിന് താഴെ എന്ന് പറയാൻ കാരണം വേദന എടുക്കുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് തല്ലി എന്താ? കുട്ടിക്ക് കേടുപറ്റും. കുട്ടിക്ക് കേടുപറ്റി ആർക്കാ കുഴപ്പം? അച്ഛനമ്മയ്ക്ക് തന്നെ. ശിക്ഷിക്കേണ്ടാറ് മുട്ടിന് താഴെ ഈർക്കിളി കൊണ്ട് അടിച്ചോളാൻ പറയും. ഒരു ഭയം ഉണ്ടാക്കാൻ, ഒരു ചെറിയ വേദന ഉണ്ടാക്കാൻ. ശിക്ഷണം നേർവഴിക്ക് കൊണ്ടാനാണ്, തല്ലിക്കൊല്ലാനല്ല. അപ്പോൾ ഇവിടെ ഉടൻ തന്നെ ഇവന് ഒന്നും ചോദ്യമൊന്നുമില്ല, ഇപ്പം തന്നെ ഞാൻ അവനെ കൊല്ലും. എന്തുകൊണ്ട് നിനക്ക് സംഭവിച്ചു എന്ന് വെച്ചില്ല. താമാകരാക്ഷസീ നാമ സീതാ ലക്ഷ്മണ സംയുത ദണ്ഡകം നിർഭയം കുറുവൻ ആസ്തേ ഗോദാവരീതടേ. തം രാക്ഷസി ആഹാ, അവനോട് ആ രാക്ഷസി പറഞ്ഞു. എന്ത് പറഞ്ഞു? സീതാ ലക്ഷ്മണ സംയുക്ത രാമ, സീതയോടും ലക്ഷ്മണനോടും കൂടി ദണ്ഡകവനത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്രാജ്യത്തിൽ നിർഭയം കുറുവൻ, ഒരു പേടിയില്ലാതെ ഗോദാവരി തടേ ആസ്തേ, ഗോദാവരി തീരത്ത് അവർ നടക്കുകയാണ്. നാസിക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടന്നത്, മഹാരാഷ്ട്രയിൽ. ഷിർഡിക്ക് പോകണ വഴിക്കുക. പഞ്ചവടി ഭാവമൊക്കെ ഇപ്പോഴുണ്ട്, വൃത്തികേടായിട്ട് കിടക്കുക. എന്തെങ്കിലും നന്നാവെന്ന് പ്രതീക്ഷിക്കാം. ഈ മഹാസംഭവം നടന്ന് നാസിക മുക്ക് ഛേദിച്ചിട്ടുണ്ട്. അത് നാസിക് എന്ന സ്ഥലത്തിന് പേര് വന്നു. എവിടെയെങ്കിലൊക്കെ യാത്ര പോകുമ്പോൾ ഇവിടെയൊക്കെ പോവുക. അപ്പം അവിടെ കുറുവൻ ഈ ഗോദാവരി തീരത്ത് ഒരു പേടിയില്ലാണ്ട് അവർ വസിക്കുകയാണ്. അത് കാരനോട് പറയാം, നീയൊക്കെ ഭരിക്കണ കാലത്ത് കണ്ട മനുഷ്യന്മാരൊരു പേടിയില്ലാണ്ട് നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുക. അതാണ് എനിക്കിങ്ങനെ വന്നതിൻ്റെ കാരണം. മാമേവം കൃതവാൻ തസ്യ ഭ്രാതാതേനൈവ ചോദിതഃ യദി ത്വം കുലജാതോസി വീരോസി ജഹീർ തൗരിഭൂ. തേന ചോദിതഃ, അവൻ പ്രേരിപ്പിച്ചിട്ട്, അവൻ പറഞ്ഞിട്ട്, തസ്യ ഭ്രാത ഏവ മാം ഏവം കൃതവാൻ, അവൻ പ്രേരിപ്പിച്ചിട്ട്, രാമൻ പ്രേരിപ്പിച്ചിട്ട്, രാമൻ പറഞ്ഞിട്ട് അവൻ്റെ അനുജനാണ് ഈ ക്രൂരത എന്നോട് ചെയ്ത്. യദി ത്വം കുലജാതഃ, നീ കുലത്തിൽ പിറന്നവനാണെങ്കിൽ, കുത്തിപ്പറയാന്ന് പറയില്ലേ, നീ കുലത്തിൽ പിറന്നവനാണ്, നീ ആണാണെങ്കിൽ, വീരഹ അസി, നീ ധീരനാണെങ്കിൽ, വീരനാണെങ്കിൽ, തൗ രിപു ജഹി തൗ, ആ 2 ശത്രുക്കളെയും കൊന്നൊടുക്കുക. ഡിക്ലെയർ, വിധി പറഞ്ഞു കഴിഞ്ഞു.
തയോസ്തുരുതിരം പാസ്യേ ഭക്ഷ്യയേതോ സുദുർമദോ നോ ചേത് പ്രാണാൻ പരിത്യജ്യ യാസ്യാമി യമസാദനം. സുദുർമദൗ ഏതു അഹങ്കാരികളായ അവരെ ഭക്ഷയാ തയോഹോ രുതിരം അവരെ കൊല്ലുക, തിന്നുക, അവരുടെ രക്തം കുടിക്കുക. നോച്ചേത് അതിന് സാധിച്ചില്ല എങ്കിൽ പ്രാണാൻ പരിത്യജ്യ ഞാൻ എൻ്റെ ശരീരം വിടും, ഞാൻ ആത്മഹത്യ ചെയ്യും. യമസാധനം യാസ്യാമി യമപുരിയിലേക്ക് ഞാൻ പോകും. സൂയിസൈഡ് ഭീഷണി. അനിയത്തി, നീ ആണത്തുള്ളവനാണെങ്കിൽ, ധീരനാണെങ്കിൽ, ധൈര്യമുള്ള കുലത്ത് ജനിച്ചവനാണെങ്കിൽ അവരെ കൊന്ന് അവരുടെ രക്തം പാനം ചെയ്യാൻ എനിക്ക് തരിക, അവരെ ഭക്ഷിക്കാൻ എനിക്ക്, രണ്ടിനെയും വേണം. ഇല്ല എങ്കിൽ ഞാൻ ജീവൻ പിടിയും എന്ന് പറഞ്ഞു. തശ്രുത്വാ ദുരിതം പ്രാഗാത് കര ക്രോധേന മൂർച്ഛിതഃ ചതുർദശ സഹസ്രാണി രക്ഷസാം ഭീമകർമ്മണ ചോദയാമാസ്യ രാമസ്യ സമീപം വദകംക്ഷയ കരശ്ച ത്രിശിരാശ്ചൈവ ദൂഷണശ്ചൈവ രാക്ഷസഃ സർവേ രാമം യയുശീഘ്രം നാനാപ്രകരണോദ്യതാ ശ്രുത്വാ കോലാഹലം തേഷാം രാമ സൗമിത്രിമബ്രവീത്. തത് ശ്രുത്വാ ക്രോധേന മൂർച്ഛിത അത് കേട്ടിട്ട് കോപം കൊണ്ട് ബോധം നഷ്ടപ്പെട്ടു. സ്നേഹം കൊണ്ടും ബോധം നഷ്ടപ്പെടരുത്, ദേഷ്യം കൊണ്ടും ക്രോധം നഷ്ടപ്പെടരുത്, ബോധം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വിവേകം നഷ്ടപ്പെടരുത്. വിവേകം നഷ്ടപ്പെട്ടാൽ തീരുമാനങ്ങൾ എപ്പോഴും പാളിയിരിക്കും. അതുകൊണ്ട് വികാരവിക്ഷോഭങ്ങൾ ഉണ്ടാകണ വലിയ സന്തോഷം ഉണ്ടായാലും വലിയ സങ്കടം ഉണ്ടായാലും വലിയ ദേഷ്യം വന്നാലും ഒരു 10 മിനിറ്റ് നാമം ജപിക്കുക. അപ്പോൾ എടുക്കുന്ന തീരുമാനം വിവേകപൂർണമായിരിക്കും. അല്ലാതെ എടുക്കുന്ന തീരുമാനമെല്ലാം നമുക്ക് തന്നെ ദുരിതം വിതയ്ക്കും. വള്ളിക്കാവിൽ അമ്മ പറയും, മക്കളെ ചിന്തയ്ക്കും പ്രവൃത്തിക്കുമിടയ്ക്ക്, ചിന്തയ്ക്കും വാക്കിനുമിടയ്ക്ക് ഒരു ഗ്യാപ്പ് കൊണ്ടാകും. കേട്ടു പ്രതികരിക്കാതിരിക്കുക. പ്രതികരിക്കുന്നതിന് മുമ്പ് ഒരു ഗ്യാപ്പ്, പറഞ്ഞത് ശരിയാണോ, ആ ഒരു ഗ്യാപ്പിൻ്റെ അടുത്ത് വിവേകം തലനീട്ടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവത് സ്മരണ. ഒരു 10 രാമാന്നോ ഒരു 10 നാരായണമെന്ന് ജീവിച്ചു കഴിയുമ്പോൾ എന്താവും, വികാരം ഒന്നടങ്ങുമ്പോൾ വിവേകം തലപൊക്കും. ആ തീരുമാനം കറക്റ്റായിരിക്കും. നമ്മളെയോ അവരെയോ ദുരിതപ്പെടുത്തുന്നതായിരിക്കില്ല. ആണ് ചിന്തയ്ക്കും വാക്കിനുമിടയ്ക്ക്, ചിന്തയ്ക്കും പ്രവൃത്തിക്കുമിടയ്ക്ക് ഒരു വിടവുണ്ടാക്കൂ നിങ്ങൾ. ആ വിടവ് ശീലമാക്കൂ. മക്കൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. കോടിക്കണക്കിന് ആൾക്കാരുടെ ദുഃഖം ചെവി കൊണ്ട് കേട്ട ഒരമ്മയാണിത് പറഞ്ഞു തരുന്നത്. ശീലിക്കാൻ ഇച്ചിരി വിഷമമാണ്. എന്താ കാരണം? നമ്മളെപ്പോഴും വികാരം കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ആദ്യത്തെ പടി വികാരം കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നുള്ള അറിവ് എനിക്കുണ്ടാവണം. അപ്പോഴേ അവിടെ വിചാരം കയറി വരികയുള്ളൂ. അതില്ലാതെ ശാന്തി സമാധാനം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. രാമായണം, ഭാഗവതം, നാമജപം, പുണർതം, വ്രതം എല്ലാം ഈ വിവേകത്തെ ഉണർത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. വിവേകം ഉണരുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉള്ളിൽ ഉണർന്നു എന്നാണ് വാക്കിനർത്ഥം. ക്ഷമയുണ്ടായി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഉണർന്നു എന്നുള്ളതാണ് അർത്ഥം. ഈശ്വരാനുഗ്രഹത്തിൻ്റെ പ്രത്യക്ഷ ലക്ഷണം നമ്മൾ ഉണർന്ന വിവേകവും പിന്നെന്താണ്, ക്ഷമയുമാണ്. ബാക്കിയുള്ളതൊക്കെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ പ്രകടലക്ഷണം എന്ന് പറയാൻ പറ്റില്ല. സമ്പത്തുണ്ടാകാം, ആരോഗ്യം ഉണ്ടാകാം, സന്തോഷം ഉണ്ടാകാം. പ്രകടലക്ഷണം ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവ് ഇതാണ്. എന്താണ്? വിവേകത്തോടെ ക്ഷമയോടുകൂടി പ്രതികരിക്കാൻ. കാരണം ക്ഷമാസ്വരൂപനാണ് ഈശ്വരൻ, വിവേകസ്വരൂപനാണ് ഈശ്വരൻ, ബുദ്ധിസ്വരൂപനാണ് ഈശ്വരൻ. അത് പ്രവർത്തിച്ചു തുടങ്ങിയതിൻ്റെ അർത്ഥം എന്താ? ഈശ്വരൻ അനുഗ്രഹിച്ചു തുടങ്ങിയെന്നാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് തത് ശ്രുത്വാ ക്രോധേന മൂർച്ഛിത കോപം കൊണ്ട് മതിമറന്ന് ഖരഹ ത്വരിതം പ്രാകാത് അവൻ ഓട്ടം തന്നെ ചാടിപ്പുറപ്പെട്ടു. ചാവാൻ പോവുകയാണേ. ഒന്നാലോചിച്ചിട്ട് മതിയിരുന്നു. എന്തിനാ പെങ്ങളെ നിൻ്റെ മൂക്ക എങ്ങനെ ചെത്തിയെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ചോദിച്ചില്ല.
എങ്ങനെയാ പോയത്? ആ രാക്ഷസൻ വധകാക്ഷയാ ഭീമകർമ്മണാം രാക്ഷസാം, രാമനെ കൊല്ലാൻ ആഗ്രഹിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് എത്രയാ ചതുർദശ സഹസ്രാണി, ചതുർദശം 14 സഹസ്രം 1000, 14 ഗുണം 1000, 14,000 രാക്ഷസപ്പടോടുകൂടി ആര്യ 2 ചേട്ടനനിയന്മാരെ പിടിക്കാൻ പോയേക്കാണ്. അപ്പൊ ഇവന് മിടുക്കനല്ലേ. സമീപതി ആനയെ അടിക്കണ ശക്തിയോട് കൊതുകിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യല്ലേ പോവുക? കൊതുകിനെ അടിക്കേണ്ടതിൽ അടിച്ചാൽ മതി. ആനയെ അടിക്കണ പോലെ അടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ ഈ 2 കൊച്ചു പിള്ളേരെ കൊല്ലാനായിട്ടാണ് 14,000 ആൾക്കാർ കൂടി ഈ ഭീകര ചെല്ലിയാണ്. എന്നിട്ടോ സമീപം ചോദയാമാസ, രാമന് നേരെ യുദ്ധത്തിന് വേണ്ടി 14,000 പേരെ. എന്നിട്ട് കരഹാച ത്രിശിരഹാച ദൂഷണാഹാച, 3 ഭീകരന്മാരാണ്. ആരാണ്? ഖര, ത്രിശിരസ്, ദൂഷണൻ. ഖരദൂഷണ ത്രിശിരസുക്കൾ എന്ന് പറയും. ഈ 3 പേര് 14 പേരെ കൊണ്ട് തേഷാ കോലാഹല രാമൻ്റെ അടുത്തേക്ക് അലറിക്കൊണ്ട് ചെന്നു. തേഷാം കോലാഹലം ശ്രുത്വാ, അവരുടെ ഈ കോലാഹലം കേട്ട്, ബഹളം കേൾക്കൂലോ, അലറി വിളിച്ച് കാടത്ത് ഇളക്കി മറിച്ച് കൊമ്പും വിളിച്ച് പെരുമ്പറയും മുഴക്കി വരുന്ന ഈ കോലാഹലം കേട്ടിട്ട്, ശ്രുത്വാ കേട്ടിട്ട്, രാമഃ സൗമിത്രിം അബ്രവീത്, സൗമിത്രിയോട്, സുമിത്രിയുടെ പുത്രനോട് പറഞ്ഞു. ശ്രൂയതേ വിപുല ശബ്ദോ നൂനമായാന്തി രാക്ഷസാഃ ഭവിഷ്യതി മഹദ്യുദ്ധം നൂനം അദ്യമയാ സഹ. ലക്ഷ്മണ കുമാര, വിപുലഃ ശബ്ദഃ ശ്രൂയതേ, പെരിയ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. രാക്ഷസാഹ ആയാന്തി, തീർച്ചയായിട്ടും രാക്ഷസന്മാർ പടയിളകി വരുന്നുണ്ട്. അദ്യമയാസഹ മഹദ്യുദ്ധം, ഇവിടെ ഗംഭീരമായ യുദ്ധം നടക്കുമെന്നുറപ്പായി. ഭവിഷ്യതി, യാതൊരു സംശയമില്ല, യുദ്ധം നടക്കും. രാമൻ വിരളുന്നില്ല, ആക്രാന്തപ്പെടുന്നില്ല, പരിഭ്രമിക്കുന്നില്ല, യുദ്ധത്തിന് ഉത്സുകനാവുന്നില്ല. ശാന്തതയോട് പറയാണ്, സീതാം നീത്വാ ഗുഹാംഗത്വാ തത്ര തിഷ്ഠ മഹാബല ഹന്തുമിച്ഛാമ്യഹം സർവാൻ രാക്ഷസാൻ ഘോരരൂപിണഃ. ഹേ മഹാബല, അനുജനെ വിളിക്കുകയാണ്. സീതാം ഗുഹാം നീത്വാ, ദേവിയെ ഗുഹയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ആദ്യം പ്രൊട്ടക്ഷൻ ഏർപ്പെടുകയാണ്. ആവേശം വന്നിട്ട് രാമനോട് തന്നെ അമ്പുമ്പിലെടുത്തുകൊണ്ട് സീതാഭാവ അവിടെ കിടക്കും. അതുകൊണ്ട് സീത ആദ്യം ഒരു പ്രൊട്ടക്റ്റീവ് കവചം ഇടുകയാണ്. ഗുഹയിലേക്ക് കൊണ്ടുപോകൂ. തത്ര തിഷ്ഠ, നീ അവിടെ ദേവിക്ക് കാവലാളായി നിൽക്കുക. ഘോരരൂപിണഃ സർവാൻ, ഈ ഭീകരരൂപികളായ രാക്ഷസന്മാരെ എല്ലാം, സർവാൻ മുഴുവനും, രാക്ഷസാൻ ഹന്തും അഹം ഇച്ഛാമി, ഞാൻ ഒറ്റയ്ക്ക് അവരെയെല്ലാം കൊന്നെടുക്കാൻ ആഗ്രഹിക്കുന്നു. തത്ര കിഞ്ചിന്നവ്യക്തവ്യം ശാപിതോസി മമോപരി തദേതി സീതാമാതായ ലക്ഷ്മണാഗഹ്വരം യയൗ. മമ ഉപരി ശാപിതഃ അസി, ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ ഈ ദുഷ്ടന്മാരെയൊക്കെ കൊന്നെടുക്കാമെന്നുള്ളത്. അത്ര കിഞ്ചിത് ന വക്തവ്യം, നിങ്ങളൊന്നും പറയണ്ട അനുജ, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. ഏട്ടൻ ഒറ്റയ്ക്കായി വിഷമിക്കില്ലെന്നല്ലവർ, ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് കേട്ടാച്ചാൽ മതി. തത്ര കിഞ്ചിത് ന വക്തവ്യം, നീ ഒന്നും പറയേണ്ടതില്ല. തഥാ ഇതി ലക്ഷ്മണഃ, അങ്ങനെയാകട്ടെ. ചേട്ടന് പറ്റിയ അനിയനാണ്. സീതാം ആദായ ഗൗഹ്വരം യയൗ, ദേവിയെ കൊണ്ട് ഗുഹയിലേക്ക് ലക്ഷ്മണൻ പോയി. മറ്റിടത്ത് 14,000 പേരെ കൊണ്ട് അലറിക്കുറിച്ച് വികാരങ്ങൾ കടിമപ്പെട്ടു വരുന്ന ഖരദൂഷണത്തിൻ്റെ ശിശുക്കളെ കാണുമ്പോൾ ഇവിടെ ശാന്തനായി തൻ്റെ ഭാര്യയ്ക്കുള്ള കവചമൊരുക്കി ഈ ഭീകരമായ യുദ്ധത്തെ ഒറ്റയ്ക്ക് നേരിടാൻ ശാന്തചിത്തനായി നിൽക്കുന്ന രാമകുമാരനെ നമുക്ക് കാണാം. ഇതേ ചിത്രം ഭഗവത്ഗീത അർജുന വിഷാദ തതശ്ചേതോ ഹയർയുക്തേ മഹദിസ്യന്തനി സ്ഥിതോ മാധവ പണ്ഡവശ്ചൈവ. ശാന്തനായി
വെളുത്ത കുതിരകളത്തെ കിട്ടിയ തേരിൽ ആ മാധവൻ, ലക്ഷ്മിയുടെ ഭർത്താവ്, അർജുനോടുകൂടി പ്രവേശിക്കുന്ന ശാന്തമായ ചിത്രവും നമുക്ക് അർജുന വിഷാദയോഗത്തിൽ കാണാം. കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഃ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.